ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇന്നത്തെ മത്സരമായ നമ്മുടെ ലക്നോ വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും അതുകൂടാതെ കുറച്ച് അഡീഷണൽ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡ്രീം ടീം ഇടുന്ന ഫുൾ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ. അപ്പോൾ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. ഇതുവരെ തീർച്ചയായിട്ടും ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ മാത്രം ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പും താഴത്ത് കൊടുത്തിട്ടുണ്ട്. മെമ്പേഴ്സ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യില്ലെങ്കിൽ അവിടെയും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് മത്സരം നടക്കുന്നത് മെയ് 8-ാം തീയതി കൃത്യം 7:30 രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഹൈദരാബാദിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് കേട്ടോ ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ ഹൈദരാബാദിൻ്റെ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് റീസെൻ്റ് ആയിട്ട് ഇവിടെ നടന്ന കുറച്ച് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വിന്നിങ് പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായി കിട്ടും. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് നടന്ന മത്സരങ്ങളുടെ ഘടനയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്നത് ഫാസ്റ്റ് ബൗളേഴ്സ് ആണോ സ്പിന്നേഴ്സ് ആണോ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പെട്ടെന്ന് നോക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് റീസെൻ്റ് ആയിട്ട് ഇവിടെ നടന്ന കുറച്ച് പെർഫോമൻസ് എടുത്ത് നോക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടെ ലോഡാവാൻ ചെറിയൊരു പ്രയാസമുണ്ട്. പോയിന്റ് ടേബിൾ ആദ്യം തന്നെ നോക്കാം. പോയിന്റ് ടേബിളിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും ഇപ്പോൾ LS ടീം അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദും ഈക്വൽ പോയിന്റിലാണ്. കൂടുതൽ മൈനസ് ഉള്ളത് നമ്മുടെ LSGക്കാണ്. തീർച്ചയായിട്ടും നല്ലൊരു കടി മത്സരമായിരിക്കും ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞാൽ. കാരണം ഇതിൽ ആര് വിൻ ചെയ്യുന്ന അവർക്കാണ് പോസിബിലിറ്റീസ് ഇങ്ങോട്ട് പ്ലേ ഓഫിലോട്ടുള്ളത്. സോ എന്തായാലും ആര് ജയിക്കുന്നത് നമുക്ക് കണ്ടന്നെ അറിയണം. അപ്പോൾ ഇനിയുള്ള 2 മത്സരങ്ങൾ മുംബൈ ഇന്ത്യൻസ് ജയിച്ചാലും മുംബൈ ഇന്ത്യൻസിന് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റുള്ള ടീമൊക്കെ തോക്കണം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഇവിടെ നടന്ന മത്സരം നോക്കാം. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന റീസെൻ്റ് നടന്ന പെർഫോമൻസ് നോക്കുന്ന സമയത്ത് നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിൽ റീസെൻ്റ് ആയിട്ടൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിലായിരുന്നു. ഇവിടുത്തെ സ്കോർ നില നോക്കുന്ന സമയത്ത് 201 റൺസിന് 3 വിക്കറ്റ് നഷ്ടത്തിലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തത് നിതീഷ് കുമാർ റെഡ്ഡിയും അതുപോലെ തന്നെ ട്രാവിസ് ഹെഡും അതുപോലെ തന്നെ എൻട്രിസ് ക്ലേസനുമാണ് ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തത്. അതുപോലെ തന്നെ അപ്പുറത്തെ ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തത് നമ്മുടെ ജെയ്സ്വാലും റിയാൻ പരാഗുമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തത്. ആ ഒരു മത്സരം രാജസ്ഥാൻ തോൽക്കായിരുന്നു ചെയ്തത്. 1 റൺസിനെങ്ങാണ്ടാണ് തോറ്റുപോയത്. കൂടുതൽ വിക്കറ്റ്സ് എടുത്തത് ഭുവനേശ്വർ കുമാർ 3 വിക്കറ്റ്, പാറ്റ് കുമിൻസ് 2, ടി നട്രാജൻ 2. ടോട്ടലി 7 വിക്കറ്റ് ഫാസ്റ്റ് ബൗളേഴ്സാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഇന്നിങ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെയും ആവേശ് ഖാൻ 2, സന്ദീപ് ശർമ്മ 1. ടോട്ടലി 10 വിക്കറ്റ്. എടുത്ത വിക്കറ്റ്സ് മുഴുവൻ ഫാസ്റ്റ് ബൗളേഴ്സാണ്. സോ നമ്മുടെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം കംപ്ലീറ്റ്ലി ഫാസ്റ്റ് ബൗളേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന. സോ ഫാസ്റ്റ് ബൗളേഴ്സിനെ കൂടുതലായിട്ട് നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞാൽ വിക്കറ്റ്സ് വീണുകൊണ്ടിരിക്കും. ഒരുപാട് ലിമിറ്റിൽ കൂടുതൽ വിക്കറ്റ്സ് വീഴാനുള്ള ചാൻസ് ഉള്ള മാച്ചാണ് ഇന്നത്തെ. കാരണം അധികം റൺസ് സ്കോർ ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും. പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും ഇന്നത്തെ മത്സരം കളിക്കാൻ പോകുന്നത്. അതെനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. ഇതിനേപോലെ തന്നെ ഇതിന് മുന്നേ നടന്ന മത്സരം നോക്കുന്ന സമയത്ത് നമ്മുടെ RCB വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തമ്മിൽ ഒരു മത്സരം കൂടെ ഇതിന് മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ RCBക്ക് ആയിരുന്നു. 206 റൺസിന് 7 വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു. വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ പട്ടിദാരുമാണ് അത്യാവശ്യം റൺസ് സ്കോർ ചെയ്തത്. അതുപോലെ തന്നെ ക്യാമറോൺ ഗ്രീനും റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ വിക്കറ്റ്സ് എടുത്തത് പാറ്റ് കുമിൻസ്, ടി നട്രാജൻ 2, മായങ്ക് മാർക്കണ്ഡെ 1, ജയദേവ് ഉദിനക്കൺ 3. ടോട്ടലി 6 വിക്കറ്റ് ഫാസ്റ്റ് ബോളറോ 1 വിക്കറ്റ് സ്പിന്നറോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ SRHലോട്ട് ഇന്നിങ്സ് ബാറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് നോക്കിയാണ് എടുത്തത്. 2 വിക്കറ്റ് ക്യാമറോൺ ഗ്രീൻ, 2 വിക്കറ്റ് കരൺ ശർമ്മ, 2 വിക്കറ്റ് സ്വപ്നിൽ സിംഗ്, 1 വിക്കറ്റ് നമ്മുടെ യാഷ് ടയൽ, അതുപോലെ തന്നെ 1 വിക്കറ്റ് വിൽ ജാക്ക് സിംഗിനെയാണ് വിക്കറ്റ്സ് എടുത്തിട്ടുള്ളത്. ഇതിൽ ടോട്ടലി 4 വിക്കറ്റ് ഫാസ്റ്റ് ബൗളേഴ്സും അതുപോലെ തന്നെ 2, 4, 5 ഇപ്പുറത്തെ ഇന്നിങ്സിൽ 7, 5 10 വിക്കറ്റ് ഫാസ്റ്റ് ബോളർ, 4 വിക്കറ്റ് സ്പിന്നറാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവിടെ ഫാസ്റ്റ് ബൗളേഴ്സിന് തന്നെയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഫാസ്റ്റ് ബൗളേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും കൂടുതലും ഡെത്തിൽ നല്ല വിക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ
എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ SRHനാണെന്ന് ഇരുന്നോട്ടെ. SRH ഇപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യാണ്. LSTയുടെ ബോളിംഗ്, LSTയുടെ ഡെത്ത് ഓവർ എറിയുന്ന ബൗളേഴ്സ് ഉണ്ടല്ലോ, അവരെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിന്നാവാനുള്ള പോസിബിലിറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ ടീം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ സൺറൈസേഴ്സിന് ഫസ്റ്റ് ബാറ്റിംഗ് ആണ്. സൺറൈസേഴ്സ് ഒരു 180 റൺസ് വരെ സ്കോർ ചെയ്തതെന്ന് ഇരിക്കട്ടെ. 180 റൺസ് സ്കോർ ചെയ്താൽ കൂടുതലും വിക്കറ്റ്സ് വീഴും. എന്തായാലും കൂടുതൽ ഈ മത്സരം വിക്കറ്റ് വീഴുന്ന കാര്യത്തിൽ ഷുവറാണ്. ഒരുപാട് വിക്കറ്റ്സ് വീഴും. നമ്മൾ പരിധി കൂടുതൽ വിക്കറ്റ് വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഡെത്ത് ഓവേഴ്സ് കവർ ചെയ്യുന്ന ബോളേഴ്സ് ഉണ്ടല്ലോ, അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വിക്കറ്റ് വീഴുന്നതുകൊണ്ട് റൺസ് ലോ ആവുമെന്ന് പേടിച്ചിട്ട് ലാസ്റ്റ് ഇവന്മാർ കടന്ന് ചറപറ അടിക്കും. അപ്പോൾ കൂടുതൽ ക്യാച്ച് ഔട്ടും കൂടുതൽ വിക്കറ്റും ഫോളോ ആവും. സോ അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ഫാൻറ്റസി പോയിന്റ്സ് കൂടുതൽ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മിഡിൽ ഓർഡർ ബോളിംഗ് ചെയ്യുന്ന ആൾക്കാരെക്കാട്ടിലും ഏറ്റവും ബെറ്റർ ഡെത്ത് എറിയുന്ന ആൾക്കാർ തന്നെയാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഇതിനേപോലെ തന്നെ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് വിന്നിങ് പോസിബിലിറ്റി. ഏത് ടീമിനാണോ ബാറ്റിംഗ് ആ ടീമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടീമിൽ ഡെത്ത് ഓവേഴ്സ് ചെയ്യുന്ന ബോളേഴ്സിനെ തീർച്ചയായിട്ടും നിങ്ങൾ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് ബാറ്റിംഗ് ഞാൻ പറഞ്ഞ SRHനാണെങ്കിൽ LSTത്തെ ഡെത്ത് ബോളേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുക. അതേസമയം ഫസ്റ്റ് ബാറ്റിംഗ് LSTക്ക് ആണെങ്കിൽ സൺറൈസേഴ്സ് അതേപോലെ പാറ്റ് കുമിൻസ്, ദെൻ അതുപോലെ തന്നെ നമ്മുടെ നട്രാജൻ, ജെയിൻസൺ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഭുവനേശ്വർ, അവരെയൊക്കെ പിടിച്ചിടുക. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിക്ക് ടീം ഇടുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ താപനില എന്ന് പറയുന്നത് 40°C ആണ്. അതുപോലെ തന്നെ ഈ ഒരു വെന്യൂത്തെ റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് ഇതുവരെ 75 മത്സരങ്ങളാണ് ഈ ഒരു പിച്ചിൽ കളിച്ചിട്ടുള്ളത്. ഇതിൽ 34 എണ്ണം ഫസ്റ്റ് ബാറ്റിങ്ങും 41 എണ്ണം സെക്കൻഡ് ബാറ്റിങ്ങുമാണ് വിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടോസ് വിന്നിങ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ആവറേജ് സ്കോർ 162 ആണ്. ഫാസ്റ്റ് ബോളേഴ്സ് 563 വിക്കറ്റ്, സ്പിൻ ബോളേഴ്സ് 234 വിക്കറ്റ്സുമാണ്. 230, അതായത് സ്പിൻ ബോളേഴ്സിൻ്റെ ഇരട്ടി വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സ് ഇവിടെ എടുക്കാറുണ്ട്. then അതുപോലെ തന്നെ വെതർ റിപ്പോർട്ടൊക്കെ നോക്കുന്ന സമയത്ത് 38°C ആണ്. റെയിൻ പോസിബിലിറ്റീസ് ഉണ്ട്, 45% റെയിൻ പോസിബിലിറ്റീസ് ഉണ്ട്. സോ ആ ഒരു ടൈമിൽ ക്ലൈമറ്റ് നോക്കിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. then അതുപോലെ തന്നെ കുറച്ചുകൂടെ ടിപ്സ് പറയുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ഫോക്കസ് 11 ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്ന ആപ്ലിക്കേഷനാണ്. നമ്മുടെ ലിങ്ക് വഴി കയറിയാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ കിട്ടുക. 500 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ ക്യാഷ് ആഡ് ചെയ്തതിന് 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈസിയായി കളിക്കാം. അതുപോലെ തന്നെ 5+1 എന്ന് പറയുന്ന ഫാൻറ്റസി ഓപ്ഷൻ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. 6 പേരെ മാത്രം പിക്ക് ചെയ്തിട്ട് ടീം ഇറക്കില്ല. മറ്റേതിലൊക്കെ 11 ഇതിൽ 6 പേരെ ഇറക്കിയിട്ട് ടീം ഇറക്കാൻ പറ്റും. അതുപോലെ തന്നെ എൻട്രി ഫീസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മറ്റുള്ള ആപ്ലിക്കേഷനെക്കാട്ടിലും എത്രയോ കുറവാണ് നമ്മുടെ ഈ ഒരു ഫോക്കസ് 11 മേടിക്കുന്നത്. സോ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ മോർ പ്രോഫിറ്റബിൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. 500 രൂപ ബോണസ് കിട്ടുക, അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അടുത്തായി പറയാനുള്ളത് നമ്മുടെ ചോയ്സ് 11 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ പറ്റി. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് തരം ഫീച്ചേഴ്സ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്തു പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഇവർ ഗീവ് അവേ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നോർമൽ കോൺടെസ്റ്റിനെക്കാട്ടിലും എത്രയോ എൻട്രി ഫീസ് കുറവായിട്ടാണ് നമ്മൾ ഈ ഒരു ചോയ്സ് 11 മേടിക്കണമെന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഡ്രീം 11 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ ഈ ആനയും എലിയും തമ്മിലുള്ള കമ്പാരിസനാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും എമൗണ്ട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഡ്രീം 11 ഈ ഒരു കോൺടെസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം 3850 രൂപ വരുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ വെറും 3500 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതവിടെ ഒരു ആവശ്യത്തിന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കോൺടെസ്റ്റ് കിട്ടത്തുമില്ല. 3800 നമ്മൾ ജോയിൻ ചെയ്യില്ലേ, 3850 രൂപയ്ക്ക്. അതിവിടെ വന്നതിന് വെറും 3500 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വേരിയേഷൻ തന്നെയല്ലേ, നല്ലൊരു ഡിഫറൻസ് തന്നെയാണ്. സോ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തതിന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ കുബേര ഫാൻറ്റസി ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതും ട്രൈ ചെയ്യേണ്ടതാണ്. കാരണം ഇതിൽ ഒരുപാട് തരം വെറൈറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഡെയിലി ഒരു ഗീവേഴ്സും കാര്യങ്ങളും ചില സമയത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഡ്രീം 11 പോലെ തന്നെ ഡ്രീം 11 299 രൂപയ്ക്ക് കാണുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും 260 രൂപയ്ക്ക് നിങ്ങൾക്ക് കളിക്കാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 39 രൂപ 39 രൂപ ഡിഫറൻസ് ഒക്കെയാണ് വരുന്നത്. സോ ഇതുവരെ നിങ്ങൾ നമ്മുടെ കുബേര ഫാൻറ്റസി ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഡ്യൂന്നുണ്ട്, 5 പ്ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ് അവരെ പിക്ക് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. സോ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാതെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ കുബേര ഫാൻറ്റസി ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വിഷനിലോ ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി 50,000 രൂപയ്ക്ക് ഗീവ് കൊടുക്കുന്നതാണ്. ഒരുപാട് പേര് ഇത് ഫേക്കാന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഞാൻ നിങ്ങൾക്ക് ഇതവിടെ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ 1 രൂപ കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടന്നെ അറിയാൻ പറ്റും. ഞാൻ 1 രൂപ കൊടുക്കാതാണ് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നോക്കിക്കോളൂ,
ചുമ്മാ ഒരു ടീമിട്ട് ക്യാപ്റ്റന് വി സിയും കൊടുത്തു. ഇതോ 0 rupees ജോയിൻ ചെയ്തു. ഇതാണ്ടില്ലേ, ഈസിയാണ്, ഒരൊറ്റ രൂപ കൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പേര് പെയ്ഡ് ആണെന്നൊക്കെ പറയേണ്ട, അങ്ങനെയൊന്നുമല്ല. ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ പോകുന്ന 14-11 പ്ലേയേഴ്സിനെ പറ്റി നോക്കുന്ന സമയത്ത് ആദ്യത്തെ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദിലാണെങ്കിൽ ട്രാവിസ് ഹെഡ്, അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ, ദെൻ അതുപോലെ തന്നെ എ സിംഗ്, ഹെൻറിസ് ക്ലേസൻ, ദെൻ നിതീഷ് റെഡ്ഡി, അബ്ദുൽ സമദ്, ഷബാസ് അഹമ്മദ്, മാർക്കോ ജെയിൻസൺ, അതുപോലെ തന്നെ പാറ്റ് കുമിൻസ്, ദെൻ അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ, ടി നടരാജൻ, ഇത്രയും പേരാണുള്ള. ഇമ്പാക്ട് പ്ലെയർ ജയദേവ് ഉനക്കണ്ടാണ് വരാൻ ചാൻസ് ഉള്ളത്. ദെൻ അതുപോലെ തന്നെ ലക്നൌവിലെ പ്ലേയേഴ്സിനെ നോക്കുന്ന സമയത്ത് KL രാഹുൽ, അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോണിസ്, ദെൻ ദീപക് ഹൂഡ, നിക്കോളസ് പൂറൻ, അഷ്ടൻ ടൂണർ, ദെൻ അതുപോലെ തന്നെ ആയുഷ് ബദോനി, കൃണോൾ പാണ്ഡ്യ, രവി ബിഷ്ണോയ്, നവീൻ, അതുപോലെ തന്നെ മൊസൈൻ ഖാൻ, യാഷ് താക്കൂർ, ഇത്രയും പേരാണുള്ളത്. ഇതിൽ അർഷിൻ കുൽക്കർണി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. യാഷ് താക്കൂറിൻ്റെ ഒരു ബാറ്റ്സ്മാനാണ്. യാഷ് താക്കൂറിൻ്റെ പ്ലേസിലോട്ട് ആ ഒരു അർഷിൻ കുൽക്കർണി വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ഇതിൽ കീ പ്ലേയേഴ്സ് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ ക്ലാസനും, ദെൻ അതുപോലെ തന്നെ ടി നടരാജനും, KL രാഹുലും, നവീനുമാണ്. ഇതിൽ മസ്റ്റ് പിക്കായിട്ട് രണ്ടാളെ ചോദിച്ചു കഴിഞ്ഞാൽ ട്രാവിസ് ഹെഡും KL രാഹുലും തീർച്ചയായിട്ടും പിക്ക് ചെയ്യുക. കാരണം ബാറ്റിംഗ് സപ്പോർട്ടറായിട്ടുള്ള ഗ്രൗണ്ടാണ്. എന്നാലും വിക്കറ്റ്സ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ബൗളേഴ്സിനും കൊടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു ബൗളിംഗ് മാച്ച് ആയിട്ടായിരിക്കും എനിക്ക് എന്ന് എൻ്റെ മൈൻഡിൽ ആലോചിച്ചെടുക്കാൻ പറ്റുമ്പോൾ കൂടുതലും ബൗളിംഗ് സപ്പോർട്ടർ ആയിട്ടുള്ള ഒരു മാച്ച് ആവാനുള്ള ചാൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. SRHയിലെ കീ പ്ലേയേഴ്സിനെ പറ്റി നോക്കുന്ന സമയത്ത് ട്രാവിസ് ഹെഡ് തന്നെയാണ്. റീസെൻ്റ് ആയിട്ട് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അഗെയിൻസ്റ്റ് അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു സീസണിൽ അദ്ദേഹം 444 റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അത് സ്ട്രൈക്ക് റേറ്റ് 180 വെച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഹെൻറിസ് ക്ലേസൺ, ഈ ഒരു പുള്ളിയെ പറ്റി പറയുന്ന സമയത്ത് ഇതുവരെ കുറച്ച് മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. 10-11 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 339 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. 42 റൺസാണ് അദ്ദേഹത്തിന് ആവറേജ്. അതുപോലെ തന്നെ സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ 186. അത്യാവശ്യം നല്ല സ്ട്രൈക്ക് റേറ്റിലാണ് ഈ ഒരു പുള്ളി കളിക്കുന്നത്. ടി നടരാജനാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് നല്ല SRHത്തെ ഒരു ടോപ്പ് ബോളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തന്നെയാണ്. ഏകദേശം 15 വിക്കറ്റാണ് വെറും 11 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പാറ്റ് കുമിൻസ് ആണെങ്കിൽ റീസെൻ്റ് ആയിട്ട് അഗെയിൻസ്റ്റ് ആയിട്ട് മുംബൈ ഇന്ത്യൻസ് ഉള്ള മത്സരത്തിൽ 35 റൺസും 2-3 വിക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. ടോട്ടലി അദ്ദേഹം 13 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മസ്റ്റ് പിക്കായിരിക്കും നിങ്ങളുടെ ടീമിലോട്ട്. ഇതിന് അതുപോലെ തന്നെ LSCയിലോട്ട് നോക്കുന്ന സമയത്ത് KL രാഹുലാണ് പറയാനുള്ളത്. റീസെൻ്റ് ആയിട്ട് നല്ലൊരു പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വിക്കറ്റ് കീപ്പിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് ഡ്യുവൽ അഡ്വാൻറ്റേജ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാൻറ്റസി പോയിന്റിലോട്ട് ഫാൻറ്റസി ടീമിലോട്ട് അദ്ദേഹത്തെ ക്രിയേറ്റ് ചെയ്യുക. കാരണം തീർച്ചയായിട്ടും ഒരുപാട് ഫാൻറ്റസി പോയിന്റ് കീപ്പിംഗ് അല്ലെങ്കിൽ ബാറ്റിങ്ങിലൂടെ അദ്ദേഹത്തിലൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോണിസിനെ പറ്റിയാണ് പറയാനുള്ളത്. സ്റ്റോണിസ് ആണെങ്കിലും ഈ ഒരു സീസണിൽ 352 റൺസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ വിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ടേക്ക് ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ. കൂടുതൽ 2-3 ഓവേഴ്സ് വരെ ബോൾ ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഗുഡ് പിക്കായിരിക്കും അദ്ദേഹം. കൃണോൾ പാണ്ഡ്യ ആണെങ്കിലും LSCത്തെ ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനിങ് ആണ്. അതുകൂടെ ബൗളിങ്ങിൽ 2-3 ഓവർ, മാക്സിമം 4 ഓവേഴ്സ് വരെ ചില സമയത്ത് കിട്ടാറുണ്ട്. ഇതുവരെ 100 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം പെർ ഓവർ 8 റൺസ് മാത്രമേ കൊടുക്കാറുള്ളൂ. എക്കണോമി അത്രയും ലെസ്-8 ആണ്. അപ്പോൾ അദ്ദേഹം ഒരു മസ്റ്റ് പിക്കായിരിക്കും. അതുപോലെ തന്നെ യാഷ് താക്കൂർ നമ്മുടെ LSCയിലെ അത്യാവശ്യം ടോപ്പ് ലീഡിക്കാനുള്ള ഒരു വിക്കറ്റ് ടേക്കറാണ്. ഏകദേശം 11 വിക്കറ്റ്സാണ് കഴിഞ്ഞ 11 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം 11 മത്സരം അദ്ദേഹം കളിച്ചിട്ടില്ല. അത്രയും കുറച്ച് കളിച്ച മത്സരങ്ങളിൽ നിന്ന് കരസ്ഥമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ 10 റൺസ് പെർ ഓവറും അദ്ദേഹം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കൂടുതൽ റൺസ് സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ള അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡൊക്കെയാണ്. അതുപോലെ തന്നെ കൂടുതൽ വിക്കറ്റ് എടുക്കാൻ നടരാജനും ഭുവനേശ്വറിനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ LSCയിലാണെങ്കിൽ കൂടുതൽ റൺസ് എടുക്കാൻ മാർക്കസ് സ്റ്റോണിസും KL രാഹുലുമാണ് ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ വിക്കറ്റ്സ് LSCയിൽ കൂടുതൽ എടുക്കാൻ നവീനും രവി ബിഷ്ണോയിയാണ് കേട്ടോ ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തായാലും നമുക്കൊരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ജസ്റ്റ് ഡ്രീംലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ ജോയിൻ ചെയ്യണം കേട്ടോ. കാരണം അതിലാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത്. പിന്നെ ഒരുപാട് പേര് പെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മൾ പെയ്ഡ് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല, ഓൺലി ഫ്രീ ആണ്. എപ്പോഴും ഫ്രീ ആയിട്ട് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. എന്നും എപ്പോഴും ഫ്രീ ആയിട്ട് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മളെ KL രാഹുലിനെ നമ്മുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലേസൻ നല്ലൊരു ഓപ്ഷനാണ്. നിക്കോളസ് പൂറൻ നിങ്ങളുടെ ഓപ്ഷൻ ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ തൽക്കാലം പിക്ക് ചെയ്യുന്നില്ല. പാറ്റ് കുമിൻസും ടി നടരാജനും നവീനും ഈ 3 പേരും മസ്റ്റ് പിക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോൺസിനെ പിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ജെയ്സൺ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ട്രാവിസ് ഹെഡ്, ദെൻ അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ നോക്കുന്ന സമയത്ത് LSCയിലും സപ്പോർട്ടേ ഉണ്ടാവത്തില്ല ബാറ്റിങ്ങിന്. കാരണം നല്ല ടോപ്പിൽ പെർഫോം ചെയ്യുന്ന ബാറ്റിംഗ് LSCൻ്റെ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരാളില്ല. അതാണ് മെയിൻ പ്രശ്നം. LSCൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ദീപക് ഹൂഡയാണ് റീസെൻ്റ് ആയിട്ട്
കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മത്സരം നല്ല രീതിയിൽ അത്യാവശ്യം പെർഫോമൻസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹം ഉറപ്പായിട്ട് കളിക്കുമെന്ന് വെച്ചാൽ അതുമില്ല. നമുക്ക് കൃണോൾ പാണ്ഡ്യയെ പിക്ക് ചെയ്യാം. അപ്പോൾ ഡ്യുവൽ അഡ്വാൻറ്റേജ് ഉണ്ട്, ബാറ്റിംഗ് പ്ലസ് ബോളിംഗ് എന്നുള്ളൊരു രീതിക്ക് അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നത് നല്ല ഓപ്ഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് നിക്കോളസ് പൂറിനെ തന്നെ പിക്ക് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LSGയിൽ ഒരു മെയിൻ ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിൽ നന്നായി പെർഫോം ചെയ്യുന്ന ആരുമില്ല. അത്യാവശ്യം സ്കോപ്പുള്ള പ്ലെയറാണ് നിക്കോളസ് പൂർ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ പിക്ക് ചെയ്തത്. ഇനി ക്യാപ്റ്റൻ VC ഇടാം. ക്യാപ്റ്റൻസി നമുക്ക് എന്തായാലും സ്റ്റോൺസിനെ തന്നെ കൊടുക്കാം. വൈസ് ക്യാപ്റ്റൻസി രാഹുലോ അല്ലെങ്കിൽ ക്ലേസനോ അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഞാൻ തീർച്ചയായിട്ടും സ്റ്റോൺസിൻ്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഇപ്പോൾ രാഹുലിനെയാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ SRHനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടീം അത്യാവശ്യം പെർഫെക്റ്റ് ആയിരിക്കും. ഒരു ടീം ഒന്ന് നോക്കാം. KL രാഹുൽ, നിക്കോളസ് പൂറൻ, ദെൻ ക്ലേസൻ, ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, മാർക്കസ് സ്റ്റോൺ, കൃണോൾ പാണ്ഡ്യ, മാർക്കോ ജെയിംസൺ, ദെൻ പാറ്റ് കുമിൻസ്, ടി നട്രാജൻ, നവീൻ. ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.